കാലിക്കറ്റ് സർവകലാശാല ജീവനക്കാരനെതിരായ അച്ചടക്ക നടപടി ഒഴിവാക്കിയ ചാൻസലറുടെ ഉത്തരവിന് ഹൈക്കോടതിയുടെ സ്റ്റേ. സർവകലാശാല ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറായിരുന്ന മുഹമ്മദ് സാജിദിനെതിരെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നടപ്പാക്കിയതിൽ അഴിമതി കണ്ടെത്തിയതിനെ തുടർന്നാണ് സർവകലാശാല നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സർവകലാശാലയുടെ ഈ തീരുമാനം റദ്ദു ചെയ്ത് ചാൻസലർ കൂടിയായ ഗവർണറുടെ ഉത്തരവാണ് ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്തത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നടപ്പാക്കിയതിൽ സർവകലാശാലയ്ക്ക് 28 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി സർക്കാരിന്റെ ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തിയിരുന്നു. സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ. സാനിയോ, ഗുഡ് മോർണിംഗ്. ഒപ്പം ഉത്രാടദിന ആശംസകളും. ഇതിനിടയ്ക്കാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്. ഉത്രാട ദിനാശംസകൾ തിരിച്ചു നേരുകയാണ്. പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. അതായത് കാലിക്കറ്റ് സർവകലാശാലയിലെ എഞ്ചിനീയറായിരുന്ന മുഹമ്മദ് സാജിദ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിംഗ് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയ്ക്ക് 28 ലക്ഷം രൂപയുടെ നഷ്ടം വന്നതായാണ് സർക്കാരിൻ്റെ ധനകാര്യ വിഭാഗം കണ്ടെത്തിയത്. കൂടാതെ സാജിദിനെതിരെ നടപടിയെടുക്കണമെന്നും ഇവർ ശുപാർശ ചെയ്യുകയുണ്ടായി. നേരത്തെ സർവകലാശാല ഓഡിറ്റ് വിഭാഗവും ഇതേ നഷ്ടം കണ്ടെത്തിയിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ശേഷം സർവകലാശാല സാജിദിനെ ജൂനിയർ എഞ്ചിനീയർ ആയി തരം താഴ്ത്തുകയും സർവകലാശാലയ്ക്ക് വന്ന നഷ്ടം സാജിദിൽ നിന്ന് ഈടാക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. ശേഷം സാജിദ് ഈ ഒരു പരാതിയുമായി ചാൻസലറെ സമീപിച്ചു. അങ്ങനെയാണ് ചാൻസലർ സർവകലാശാലയുടെ ഈ തീരുമാനം റദ്ദ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ഹൈക്കോടതി ഇത്തരത്തിൽ സാജിദിനെതിരായ നടപടികൾ റദ്ദ് ചെയ്ത് ഗവർണറുടെ നടപടി റദ്ദ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഏതായാലും ഗവർണർക്ക് ഇപ്പോൾ ഇതൊരു തിരിച്ചടിയായിരിക്കുമെന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം പറയുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗമായ MB ഫൈസൽ അടക്കമുള്ള ആളുകളാണ് ഈ ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ലാൻഡ് ഏരിയ നെറ്റ്വർക്കിംഗ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് 28 ലക്ഷം രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നായിരുന്നു സർവകലാശാലയുടെ ഓഡിറ്റ് വിഭാഗവും അതുപോലെ സർക്കാരിൻ്റെ ധനകാര്യ വിഭാഗവും കണ്ടെത്തിയത്. സാനിയോയാണ് വിവരങ്ങൾ നൽകിയത്.